അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നാം ജോലി ചെയ്യുന്നത്, നാം ഭക്ഷണം കഴിക്കുന്നത്, നാം രാവിലെ എഴുന്നേൽക്കുന്നത്, അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്നത്, നടക്കുന്നത്, സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു ദിവസം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്നു, ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട പ്രതിഫലം കിട്ടുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ തീർച്ചയായും നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയാൽ അവിടെ ഒരു ദുനിയാവിൽ നിന്ന് ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നാം വിലപിക്കുന്നതാണ്. അവിടെ നാം അതിനെക്കുറിച്ച് ഖേദിച്ച് ദുഃഖിച്ച് വിലപിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുമ്പോൾ ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ദിവസത്തിലെ ജീവിതം മുഴുവനും, ആ സമയം മുഴുവനും നമുക്ക് പ്രതിഫലം കിട്ടുന്ന മഹത്തായ ഒരു ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നാം രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആണ് അവൻ എഴുന്നേൽക്കുന്നത് എങ്കിൽ തീർച്ചയായും അവൻ്റെ ആ എഴുന്നേൽപ്പ് നല്ലതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പ്രതിഫലം കൊടുക്കും. രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന ആ ദിക്ർ ചൊല്ലി അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നത്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇൻഷാ അല്ലാഹ് രാത്രി കിടന്നുറങ്ങുന്നത് വരെ, കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയം വരെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ തീർച്ചയായും സാധിക്കും. രാവിലെ നാം തീർച്ചയായും സുബ്ഹിൻ്റെ സമയത്ത് തന്നെ നാം എഴുന്നേൽക്കണം. കാരണം ഒരാൾ സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അന്നത്തെ ദിവസം അള്ളാഹു അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും എന്നാണല്ലോ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവൻ രാവിലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്നു. പിന്നെ അവൻ ചെയ്യുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ അവൻ ബാത്റൂമിലേക്ക് പോകും, മലമൂത്ര വിസർജനം നടത്തും. നാം ധരിച്ചു വച്ചിരിക്കുന്നത് മലമൂത്ര വിസർജനം നടത്തുന്നത് ആ ഒരു കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഇല്ല എന്നാണ്. തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ് നാം മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ആ മര്യാദ പാലിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. നാമൊക്കെ പഠിച്ചവരാണ്, പക്ഷേങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒഴിവാക്കുന്ന കാര്യമാണ് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ. നാം മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ഉരുവിട്ട് ഇടത്തെ കാല് ആദ്യം വെച്ചുകൊണ്ടായിരിക്കണം അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ ആ ഒരു ദൗത്യം നാം അവിടെ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്.
അതേപോലെ തന്നെ അവൻ ആ ദൗത്യം നിർവഹിച്ചു. അവൻ പുറത്തേക്ക് വരുമ്പോൾ വലത് കാല് വെക്കണം. എന്നിട്ടവൻ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന ദിക്ർ പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞ് അവൻ പുറത്തുനിന്നാണ് പറയേണ്ടത്. ശ്രദ്ധിക്കണം, ബാത്റൂമിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് നാം ദിക്റുകളൊന്നും ഉച്ചരിക്കാൻ പാടില്ല. ആദ്യം ചൊല്ലേണ്ട ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ പുറത്തുനിന്ന് ചൊല്ലിയിട്ടാണ് ഇടത്തെ കാല് വെച്ചുകൊണ്ട് നാം അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ വലത് കാൽ വെച്ച് പുറത്തേക്ക് വന്നിട്ടാണ് ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് ചൊല്ലേണ്ടത്. തീർച്ചയായും അവൻ മലമൂത്ര വിസർജനത്തിന് എത്ര സമയമാണോ ചെലവഴിച്ചത് അത്രയും സമയം പാഴായിട്ടില്ല എന്നർത്ഥം. അള്ളാഹു അവനിക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നാം മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ട്? ഈ രീതിയിലാണോ ചെയ്തിട്ടുള്ളത്? ഈ ദിക്റുകൾ ചൊല്ലാറുണ്ടോ? അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തലമറക്കണം, കാലിൽ ചെരുപ്പ് ധരിക്കണം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷേ നാം അറിഞ്ഞോ അറിയാതെയോ ഒഴിവാക്കുന്ന അവസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തലമറച്ചു, കാലിൽ ചെരുപ്പ് ധരിച്ച് അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇടത് കാല് വെച്ച് പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലി ആ ദൗത്യം അവിടെ നിന്ന് നിർവഹിച്ചു. വലത് കാല് വെച്ച് പുറത്തേക്ക് വന്ന് ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര സമയമാണോ നാം ചിലവഴിച്ചിട്ടുള്ളത് അത്രയും സമയം അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, എത്ര വലിയ കാരുണ്യവാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ പ്രതിഫലം തരാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാം, പക്ഷേ ജീവിതത്തിൽ നാം ഒഴിവാക്കി പോകുന്ന ചില കാര്യങ്ങളാണിത്. അപ്പോൾ ആ കാര്യം നാം നിർവഹിച്ചു. അതേപോലെ തന്നെ പിന്നെ നാം ഭക്ഷണം കഴിക്കുന്നത് അതിന് പ്രതിഫലമുണ്ട്. ഭക്ഷണം കഴിക്കാൻ നാം എത്ര സമയമാണോ ചിലവഴിക്കുന്നത്, അല്ലേ? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സങ്കല്പിക്കുക. ആ 10 മിനിറ്റ് വെറുതെ ആയി പോകുന്നില്ല. അതിന് അല്ലാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. 2 കൈയും വായയും കഴുകണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ. ഇന്ന് അതൊക്കെ മനുഷ്യൻ തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കൈയും കഴുകണം, സുന്നത്താണ്. എന്തിനാണ് 2 കൈ കഴുകുന്നത് എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണത്. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഇടത്തെ കൈ എന്തിനാണ് കഴുകുന്നത്? ഭക്ഷണം നമ്മിൽ നിന്ന് താഴെ വീണുപോയാൽ അത് ഇടത് കൈ കൊണ്ടായിരിക്കണം നാം എടുക്കേണ്ടത്. എന്നിട്ടത് കഴുകി വലത് കൈയിൽ വെച്ച് വലത് കൈ കൊണ്ട് നാം ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മിൽ നിന്ന് നമ്മുടെ ഭക്ഷണം താഴെ വീഴുമ്പോൾ അത് എടുക്കാൻ വേണ്ടിയാണ് നാം ഇടത്തെ കൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇടത്തെ കൈയും കഴുകണം, 2 കൈയും കഴുകണം, വായും കഴുകണം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. നമുക്കറിയാം ചൊല്ലണമെന്ന്, പക്ഷേ എത്ര പേർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേർ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ട്? ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടയ്ക്ക് വെച്ചാണ് ഓർമ്മ വരുന്നതെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. അങ്ങനെ ഭക്ഷണം കഴിച്ചു. കുറേ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം വായിലിട്ട് അങ്ങനെ തന്നെ ഇറക്കരുത്. ഇന്ന് അധികം ആളുകളും അങ്ങനെയാണ്. ചവച്ച് അരക്കാനൊന്നും സമയമില്ല, വായിലിടുക, അങ്ങ് ഇറക്കിക്കളിയുക. അതല്ല, ചവച്ചരക്കണം. രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന എത്രയോ രോഗങ്ങൾ മാറാനും രോഗങ്ങളില്ലാതിരിക്കാനൊക്കെ അത് സഹായകമാകും. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത്യാവശ്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും നല്ലത്. കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് തരുന്ന ഭക്ഷണം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അനുഗ്രഹമാണത്. അങ്ങനെ നല്ല കാര്യങ്ങളാണ്
ഭക്ഷണത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കും. അതല്ലാതെ മറ്റുള്ള അനാവശ്യ സംസാരങ്ങളൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ പാടില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു വിരലുകൾ നന്നായി വായിലിട്ടിങ്ങനെ ഈമ്പണം. പക്ഷെ അതൊന്നും ഇന്നത്തെ ആളുകളോട് പറയുമ്പോൾ അതൊക്കെ ഒരു ഫാഷനായി ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. ഏതായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. ചുരുങ്ങിയത് അത്രയെങ്കിലും ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇത് ചൊല്ലാൻ അറിയാത്തവർ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും ചൊല്ലണം. അങ്ങനെ വിരലൊക്കെ നന്നായി ഈമ്പി പാത്രം നന്നായി പിടിച്ച് 2 കൈയും വായും കഴുകണം. ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കൈ കഴുകിയാൽ തന്നെ വായ ശരിക്കും കഴുകൂല, തോർത്തിക്കളയല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നന്നായി വായ കഴുകണം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും ചൊല്ലണം. ഭക്ഷണം കഴിക്കാൻ എത്ര സമയമാണ് നാം ചെലവഴിച്ചത്, അത്രയും സമയം അള്ളാഹു നമുക്ക് പ്രതിഫലം തരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മലമൂത്ര വിസർജനം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച രീതിയിലാണ് നാം ചെയ്തതെങ്കിൽ അതിനും പ്രതിഫലം. ഭക്ഷണം കഴിച്ചാൽ അതിനും പ്രതിഫലം അള്ളാഹു തരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാത്രിയിലെ ഉറക്കം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങൾ ഇനിയും അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം അനുകരിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.